moving. That's it. Keep it up. Yeah. Ooh, fantastic. ഇനി നീ ഒന്ന് വിളിച്ചു. Okay, fine. അടിയാ. Fine. അടിയടാ. Oh boy, I got him. What happened, man? Hey, Sunil. Enna പറ്റിയടാ? Hey, Sunil. Come on. Hey, let's go. Sunil, come on. പിടിച്ചോ. ഒരു കുഴപ്പമില്ല. You just sit down and relax. കുഴപ്പമൊന്നുമില്ല. ജോണി, നീ സാരി എടുത്തേ. ഇവിടെ വെച്ച് പറ്റില്ല. സാരമില്ല. കൊടുക്കാനോട്ട് നിന്നോട് കൊടുക്കല്ലേ പറഞ്ഞ. ഇവിടെ വെച്ചോ. വേഗം കൊടുക്കാനോട്ട്. കത്തിച്ചോടാ. കത്തിയില്ല, ഒന്നുകൂടെ കൊടുക്കാം. രണ്ട് പുക അങ്ങെടുത്തോ, സംഭവം ക്ലീൻ. Don't worry, man. You'll be fine. No problem. Come on, let us move. Come, get up. കുഞ്ഞ് നേരത്തെ വന്നല്ലോ. ഡാഡി ഇപ്പൊ ഫോൺ ചെയ്തേ ഉള്ളൂ. വരാൻ ഇനി 2 ദിവസം ആവൂത്രേ. പിന്നെ മമ്മി കാലത്തെ പോയതാ. ഏതാണ്ട് പെണ്ണുങ്ങളുടെ മീറ്റിംഗ് മറ്റുണ്ടെന്നാ പറഞ്ഞ. അത് എന്റെ കമന്ററി. പിന്നെ കാശ് വല്ലതും വേണമെങ്കിൽ താക്കോല് മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഓ, അത്രയെങ്കിലും ഒന്ന് ചെയ്തല്ലോ. ഓ, കുഞ്ഞിന് വിശക്കൊന്നുണ്ടായിക്കല്ലേ? താനൊന്നും ചോദിച്ചോണ്ട് വരണ്ട. ഓ, അയാൾക്കൊരു സ്നേഹം കയറുന്നു. എന്തു ചെയ്യാം, നല്ലൊരു ജന്മമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? പോയില്ലേ? നല്ലവരെയൊക്കെ ദൈവം വേഗം വിളിക്കൂടാ. ഇതെപ്പോഴായിരുന്നു? അയ്യോ പാവം,
അന്തോണി ചേട്ടൻ മരണത്തിൽ അദ്ദേഹത്തിന് അഗാധമായ ദുഃഖമുണ്ട്. അവിടെ ഇരുന്നോട്ടെ. അല്ല, ചത്തുപോയെന്ന് കരുതി നമ്മളും ഉണ്ടായിരുന്നിട്ട് എന്താ കാര്യം? അച്ചായോ സാധനം ഉണ്ടോ? അളവെത്രയാ? നീളോ വീതിയും പറ. എന്തിന്റെ? ശവത്തിന്റെ അല്ലാതെ എന്താ? ഒന്ന് കണ്ണു തുറക്ക്, എന്നല്ലേ കാണാൻ പറ്റൂ. ആ, നിങ്ങളാ? ഇത് എപ്പോ സംഭവിച്ചതാ? ഇന്നലെ രാത്രി അത്താഴം കഴിഞ്ഞ്. അത്താഴം ആരാ കഴിച്ചേ? അല്ല, ഉച്ചക്ക് ഊണ് കഴിഞ്ഞ്. ഏതാണ്ടാ നേരത്തെ കിടന്നതാ? അല്ല, ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ട് കിടന്ന് ഉറങ്ങിയാലേ ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയാലോ? ഇവിടെ എന്താ എടുക്കാനുള്ളത്? ശവപ്പെട്ടി. അത് ആർക്കാ വേണ്ടത്? ശവങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ശവങ്ങൾ മോഷ്ടിക്കില്ല. എന്റെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് പറയാ, ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം വിശ്വസിക്കാൻ ശവങ്ങളാ. പെങ്ങന്മാരനെ കല്യാണം വരെ കഴിച്ചു കൊടുക്കാം. കത്ത് കിട്ടിയോ രക്ഷപ്പെട്ടു. അപ്പോഴേ ഞങ്ങൾ കാലത്തെ വന്നത് ഈ ശവപുരാണം കേൾക്കാനല്ല, കാലത്തെ നല്ലൊരു മൂടുണ്ടാക്കാനുള്ള വഴി എന്താ നോക്ക്. മൂടുണ്ടാക്കാൻ ഞാൻ ആ പൊതി എവിടെ വെച്ച്? അല്ല, ഇത് എപ്പോ എത്തി? വാ, നമുക്ക് നിങ്ങൾ എന്റെ പിന്നാലെ വരുവിൻ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്റെ കൈവശമുണ്ട്. മിലിറ്ററി എങ്കിൽ രാവിലെയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവിടെ. വേറെന്താ പണി? ഞാൻ പറഞ്ഞില്ലടാ, നോക്ക് സംഗതി റെഡി. ഇത് എവിടുന്ന് തപ്പി എടുത്തറ കൊച്ചു കള്ള. അന്വേഷിപ്പിൻ, കണ്ടെത്തും. അങ്കിൾ കാലത്ത് ഒരു ബൈബിൾ മോഡലാണല്ലോ. ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരുന്നില്ല. ഏയ് വേണ്ട വേണ്ട, ഞങ്ങൾ ഇപ്പോ ജീവൻ കൊടുത്തിങ്ങോട്ട് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് തീർത്ത് കൊടുത്താ പിന്നെ വലിയച്ചങ്ങ് കയറ്റിക്കോളൂ. എന്റെ പൊന്നു മക്കളെ, പഴയ ആത്മാവല്ലേ, പെട്ടെന്നൊന്നും അങ്ങനെ പോഞ്ഞു പോവില്ല അല്ലേ? അപ്പോ എന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയം? എന്റെ കർത്താവേ, എന്താടോ? ഞാൻ ഈ ശവപ്പെട്ടി മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ ഒരു കാര്യമുള്ളേ? നമ്മുടെ നാട്ടില് കൊള്ളാവുന്ന ഒരുത്തം മരിച്ചിട്ട് 2 മാസമായില്ലേ? അച്ചായൻ പേടിക്കാതെ, ഈ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കമൊക്കെ ഇവിടെ ഉണ്ടാവും. അച്ചായന് യോഗം ഉണ്ടെങ്കിൽ ഉണ്ടായാ പോരല്ലോ, ചാവുന്ന ക്രിസ്ത്യാനി തന്നെ ആവണ്ടേ? ദേ, കഴിഞ്ഞ ആഴ്ചയിൽ കാരക്കാമുറിയില് ഒരു ബസ് മറി. കേട്ട വഴി ഞാൻ ഓടി. 2 ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ കാര്യം? 2 ഹിന്ദുക്കളാ. അതുപോലെ തന്നെ ദേ ഞവരിക്കുളത്തില് ഒരു അമ്മയും ഒരു മോനും. ഇതൊക്കെ യോഗണേ, കിട്ടുമ്പോഴേ ഇത് കിട്ടുള്ളൂ. ഞാൻ ചെന്ന് ഇങ്ങനെ മതി മതി മതി. ആര്? അവിടെ. എവിടെ? അവിടെ ഈടോ, തനിക്ക് ഈ ശവത്തിന്റെ കാര്യമല്ലാതെ വേറൊന്നും പറയാനില്ലേ? ശവപ്പെട്ടി കച്ചവടക്കാരൻ പിന്നെ സുവിശേഷ പ്രസംഗം നടത്താ. എടോ അന്തോണി, ഈ കുഞ്ഞാടുകൾ എന്തിനാ പള്ളിക്കുടുത്തി പോലും പോകാതെ നേരെ ഇങ്ങോട്ട് വരുന്നത്? ഇതിനെന്നെ എന്തിനാ? ഞങ്ങൾക്ക് ആ നരകം വേണ്ട. ഞങ്ങൾ ഈ സ്വർഗത്തിന്റെ പടിവാതിലിൽ കുത്തിയിരുന്നോളാം. കേട്ടല്ലോ? ഇടോ, മരിച്ചവരുടെ കഥകളല്ല, ജീവിച്ചിരിക്കുന്നവരുടെ വീരകഥകളാണ് ചെറുപ്പക്കാർ കുത്തേജനം നൽകുന്നത്. ഉദാഹരണമായി, ഫോർ എക്സാമ്പിൾ, അടുത്തയാൾ തുടങ്ങിയിട്ടുണ്ടാ. ഇൻ 1942 ജപ്പാൻകാരുടെ ചീറുന്ന പീരങ്കിക്ക് മുമ്പിൽ ഡിസംബറിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ ഒരു കൊച്ചു വിച്ചാത്തി പോലും കയ്യിലില്ലാതെ ഈ ഞാൻ, ഈ അങ്കിൾ ഫെർണാണ്ടസ്. അപ്പൊ അതും വേണ്ടേ? അല്ലെങ്കിൽ വേണ്ട. ഉച്ചപൂജയ്ക്കുള്ള ഒരു പൊതി ഇങ്ങി തന്നാ ഞങ്ങളങ്ങ് കാശെടുക്ക. തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ കണക്ക് പറയാം. അയ്യോ, ഒരു താങ്ക്സിലും പറയടോ. ഇടോ, ദരിദ്രവാസി ഉച്ചയ്ക്ക് നക്കാനുള്ളത് തരുന്നത് ഈ പിള്ളേരാ, അല്ലാതെ തന്റെ ശവങ്ങളല്ല. താങ്ക്സ്. മതിയല്ലോ. വൈകുന്നേരം കാണണം. നാളെ വന്നാലും മതി. ഞാനൊന്ന് തീരുമാനിച്ചു. എന്താ? ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും മരിക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പെട്ടിയുടെ കാര്യം എന്താ ചെയ്യാ? അതിലേതെങ്കിലും കൊള്ളാവുന്ന ശവങ്ങൾ വന്നോളും. ഇടോ, നമ്മൾ പോയാ പിന്നെ ഈ കുഞ്ഞാടുകളെ ആര് നയിക്കും? ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. താനത്തേര് ഉറന്നിരിക്കെ. അയ്യോ, ഞാനും 3-4 ദിവസമായി ഉറങ്ങിയിട്ട്. ഉറക്കം വരിക.
ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞെ. എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കേ. എന്നും ഇങ്ങനെ അത്താഴപ്പഴിച്ച് കിടന്നാലോ? കുഞ്ഞെ എന്താണോ? ഈ പാലെങ്കിലും കുടിക്കും കുഞ്ഞെ. എനിക്ക് വേണ്ട. കുറച്ചെങ്കിലും കുടിക്കും കുഞ്ഞെ. പോടോ. പാലും സോപ്പും. ഈ നാട് നന്നാക്കാനാണെന്നും പറഞ്ഞ് നിന്റെ ഒരു നടപ്പും ക്ലബും സംസ്കാരവും ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാണ്. അത് ഞാൻ എന്തോ ചെയ്തെന്നാ നിങ്ങൾ പറയുന്നത്? നിന്റെ ഒരു ശൃംഗാരവും മറ്റുള്ളവരുടെ മുമ്പിലെ കുഴച്ചിലും നാളെ വരെ അറിയിച്ച് അടങ്ങുമെന്ന് വെച്ചാ അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം പോലും. നിന്റെ പുറകെ കിടക്കുന്ന പൂവാലന്മാരുടെ ലിസ്റ്റ് എടുത്ത് ഞാൻ കൈ തരണമായിരിക്കും. ഒരു സൽഗുണ സമ്പന്നൻ. മറ്റുള്ളവരൊന്നും അറിയുന്നില്ലെന്നായിരിക്കും വിചാരം. കൊഞ്ചാനും കൊഴയാനും അല്ലെങ്കിൽ പിന്നെ എന്തിനാ സെക്രട്ടറി എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്? അതെന്റെ ബിസിനസിന്റെ കാര്യമാണ്. അറിയാം. ഹോട്ടൽ മുറിയിലെ അല്ല, മോൻ എണീറ്റോ? മമ്മി കാപ്പിയും കൊണ്ട് വരാനിരിക്കുകയല്ലായിരുന്നോ? ഡയറി ഇന്നലെ വന്നപ്പോ മോനെ മുറിയെ കണ്ടില്ലല്ലോ. നീ എവിടെ പോയി? പിന്നെ ആമ്പിള്ളേരാവുമ്പോ പുറത്തൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിന്നിരിക്കില്ലേ? അല്ലേ മോനെ? നിന്റെ ഒരു അതുകൊണ്ട. പിന്നെ കള്ളനാന്ന് അന്നല്ലേ മനസ്സിലായത്? ആ പെർഫോമൻസ് ഉണ്ടല്ലോ, വരാതിരിക്കാൻ ഒക്കുമോ? അപ്പോ നീ തീർച്ചയായും അങ്ങോട്ട് വരുമല്ലോ. ഓക്കെ മോനെ, ഈ ന്യൂ ഇയറിന് മമ്മി എന്താ പ്രസന്റേഷൻ തരേണ്ടത്? ഒന്നും വേണ്ട, ഉപദ്രവിക്കായിരുന്നാ മതി. ഇപ്പൊ നിനക്ക് ഞാനൊരു ഉപദ്രവമായി അല്ലേ? നിനക്ക് വേണ്ടിയാടാ ഞാൻ ജീവിക്കുന്നത് തന്നെ. ഇപ്പൊ കൂടെ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാണേണ്ടവരെയൊക്കെ കാണാൻ നിന്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എവിടെ നോക്കിയാലും ആക്സിഡന്റിന്റെ വിവരേ ഉള്ളൂ. ആ, നീ ബൈക്ക് എടുക്കണ്ട കേട്ടോ, കാർ എടുത്താ മതി. എന്നെന്തിനാ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നേ? ഞാൻ അവിടെ ഇത്തിരി കഞ്ചാവ് വലിച്ചു. കാണണ്ടേ? വേണ്ട, നീ അങ്ങേര് ഫ്ലാറ്റാ. ഫ്ലാറ്റോ? നോക്കട്ടാ, എന്തോടിച്ചേട്ടോ? അളവെത്രയാ? നീളോ വീതിയും പറ. ഇത് ഫ്ലാറ്റ് തന്നെയാ. നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഏതെങ്കിലും ഒരു ചരക്കിന് ഹാപ്പി ന്യൂ ഇയർ അടിച്ചില്ലേ പിന്നെ എപ്പോഴാടാ അടിക്കുന്നേ? അതിനില്ലല്ലോ എന്ന് പറഞ്ഞാ പറ്റില്ല.
ആർക്കെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും പറയണടാ. അതിനിപ്പോ എവിടെയാടാ പെണ്ണ്? ഞാനൊരു ഐഡിയ പറയാം. ഇവന്റെ ഒരു ഐഡിയാസ്. ചുമ്മാ മിണ്ടായിടാ, ഞാനത് പറയട്ടെ. ഓ. നമ്മൾ ഐശ്വര്യമായിട്ട് ടെലിഫോൺ ഡയറക്ടറി എടുക്കുന്നു. ഉം. ദൈവത്തെ വിചാരിച്ച് തുറന്ന് ഒരു നമ്പർ തപ്പുന്നു. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടൂലേ? പിന്നെ നമ്മള് ഫോണില് ഹലോ ഹാപ്പി ന്യൂ ഇയർ. ഇവന്റെ ചില ഐഡിയാസ് കൊള്ളാം കേട്ടടാ. അതിനിപ്പോ ആരടാ ചെയ്യാൻ പോണേ? അത് പിന്നെ നമ്മളെ എന്നെ കൊണ്ടൊന്നും പറ്റൂല. പോക്കടാ. അത് പറ്റൂല. ഓക്കെ. എനിക്ക് പറ്റില്ല. എന്താണ് പിന്നെ ഞങ്ങളൊക്കെ Now we'll make a phone call, okay? Oh God, Father, Son, and the Holy Spirit. Got it. Love Creeper, Premalada, 67653. I will get her. I will get her. It's ringing. Hello, Premlata here? ഹായ്, ഒരു പെണ്ണടാ. പെണ്ണോ? പറ, വേഗം പറ. ശബ്ദം മധുരം. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ്. കട്ട് ചെയ്തടാ. അങ്ങനെ വിടാൻ പാടില്ല. I will get her. അപ്പോഴേ ഞാനൊരു പ്രസന്റേഷൻ തന്നില്ലേ, അതുപോലെ എനിക്കും. Shut up. Nonsense. എന്താടാ? എന്ത് പറ്റി? ഷട്ടർ പറഞ്ഞടാ. ശബ്ദം മധുരം. സാരമില്ലടാ, പെണ്ണിന്റെ വയൽ നിന്നല്ലേ മധുരിക്കും. I will get her. Shit, it's still engaged. അവള് റിസീവർ താഴെ വെച്ചിട്ടുണ്ടാവും. അവളെ അങ്ങനെ വിടാൻ പറ്റില്ല. നാളെ പിടിക്കണം. Don't forget the number. 67653. 67